ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എന്താ പറയുന്നത്? സജീവമായ ഒരു പരമാണുവിൻ്റെ ക്രമപ്രവൃത്തമായ വളർച്ചയിലൂടെയാണ് മനുഷ്യരുണ്ടായതെന്നാണ്. ആ സജീവമായ പരമാണു വളർന്നു വന്ന് കുരങ്ങനായി, പിന്നീട് കുരങ്ങൻ രൂപാന്തരപ്പെട്ട് മനുഷ്യരായി എത്താണ്. അങ്ങനെയാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. അവിടെ ഒരു ചോദ്യം, സജീവമായ പരമാണു, ആ പരമാണുവിന് ജീവൻ എവിടെ നിന്ന് കിട്ടി? ഞങ്ങളുടെ പിതാക്കന്മാർ ചോദിക്കുന്ന ചോദ്യം അതാണ്. ഈ സജീവമായ പരമാണുവിന് ജീവൻ എവിടെ നിന്ന് കിട്ടി? അത് ഡാർവിന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ കുരങ്ങൻ മനുഷ്യനായിട്ട് തീർന്നു എന്ന് പറയുന്നുണ്ട്. കുരങ്ങൻ മനുഷ്യനായിട്ട് മാറിയെങ്കിൽ ആ കുരങ്ങൻ്റെ സ്വഭാവം തന്നെയല്ലേ ഉണ്ടാവുള്ളൂ മനുഷ്യരും. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ആത്മാവില്ല, ആത്മാവുണ്ടാവില്ല ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച്. കുരങ്ങിനെ പോലെ നടക്കും, കുരങ്ങിനെ പോലെ തിന്നും തീറ്റയും കഴിയുക, കുരങ്ങ് പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാനൊക്കെ സാധിക്കും. മനുഷ്യനെന്ന് പേര് പറയാൻ പറ്റുമോ? ആത്മാവിനെ തീർന്നു, അത് ദൈവം കൊടുക്കണം. അപ്പോൾ ജീവനും ആത്മാവും ദൈവം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് പരിണാമ സിദ്ധാന്തത്തെ നമ്മുടെ സഭ അംഗീകരിക്കുന്നില്ല.